വീണ്ടും ഉപവാസത്തിൻ്റെ 3-ാം ദിവസം രാത്രി ദൈവസന്നിധിയിൽ ഒരു ഉണർവോടെ മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ബലം ലഭിപ്പാൻ, ശക്തി ലഭിപ്പാൻ, കരുണ ലഭിപ്പാൻ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവവചനം കേട്ട് ഈ ദിവസങ്ങളിൽ ദൈവം പല നിലവാരത്തിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട്. ഇതിനെല്ലാം അവസാനത്തെ ഉദ്ദേശമെന്ന് ചോദിച്ചാൽ, അന്തിമ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ മാറ്റം ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ടും ഉണ്ടാകണം. അത് പുതിയ ആത്മാക്കളെ പുതിയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സഭയായിട്ട് നമ്മൾ മാറണം. എ ചർച്ച് വിത്ത് മിഷൻ ആൻഡ് എ ചർച്ച് വിത്ത് വിഷൻ. ആ ഒരു ദർശനമുള്ള ഒരു സഭയായി വിശ്വാസികൾ ഓരോരുത്തരും മാറിക്കഴിയുമ്പം നമുക്ക് പുതിയ പുതിയ ആത്മാക്കളെ നേടുവാനും സുവിശേഷത്തിൻ്റെ ദൗത്യം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിക്കാനും നമുക്ക് ഇടയാകും. അപ്പോൾ അതിന് ഒരു വെളിപ്പാട്, ഒരു പുതിയ വെളിപ്പാട് കർത്താവ് എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പം ഇവിടെ ഈ 21 ദിവസം ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടെ വിവിധ നിലവാരത്തിൽ വിവിധ വചനത്തെ ആധാരമാക്കി നമ്മോട് സംസാരിക്കും. അങ്ങനെ നമ്മോട് സംസാരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഞാൻ പിന്നെയും പറയുന്നു, കർത്താവിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുന്നത് പോലെ ഭാഗ്യം വേറൊന്നുമില്ല. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടെ ഇതൊക്കെയും തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമുക്കൊരു നഷ്ടക്കച്ചവടത്തിൽ ഇത് അവസാനിപ്പിക്കാൻ ഇടയാകുകയില്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, ഒരു യോബും ഒരു ദാനിയേലും ഒരു യോസഫും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും യോസഫിനെ പോലെ കഷ്ടമനുഭവിക്കേണ്ട, എല്ലാവരും ഇയ്യോബിനെ പോലെ കഷ്ടമനുഭവിക്കേണ്ട, എല്ലാവരും ദാനിയേലിനെ പോലെ സിംഹക്കുഴി പോകണ്ട. പ്രൈസ് ഗോഡ്. പക്ഷേ അവരെല്ലാം മാതൃകയായി നിർത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയും നിന്നവർക്കൊക്കെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, വിടുതലുണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും കുറഞ്ഞു പോകാൻ ദൈവം ഇടയായിട്ടില്ല. പിന്നെ എത്ര രക്തസാക്ഷികളാകെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന രക്തസാക്ഷികളുടെ പേരൊന്ന് എടുത്തു നോക്കി. ഒരു 100 പറയാനുണ്ടോ? വേണ്ട, 50 പറയാനുണ്ടോ? 25 ഉണ്ടോ? ഇല്ല. നമുക്കറിയാവുന്ന കണക്കില്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം കർത്താവ് നിശ്ചയമായും അന്ത്യകാലത്ത് അനേകർക്ക് ജീവിതം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയും കർത്താവിന് വേണ്ടിയും കൊടുക്കേണ്ടി വരും. പക്ഷേ ആ കാലം ഇപ്പോഴായിട്ടില്ല. ഇപ്പം നമുക്ക് ലഭിച്ച വെളിപ്പാടിനനുസരിച്ച് ദൈവത്തെ സേവിക്കാൻ ദൈവം ഇടയാകട്ടെ. ഇന്ന് രാത്രി തുടർന്നുള്ള അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഗലാത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 6 to 9. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവിൻ. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പുകൂട്ടി അറിയിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. അബ്രഹാമിന് ശേഷം 2000 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഗലാത്യർക്ക് ലേഖനം എഴുതുന്നത്. ആ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, പ്രൈസ് ഗോഡ്, വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ. ഇസ്രായേൽ ഒരു വശത്ത് നിൽക്കുമ്പോൾ, 12 ഗോത്രങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്ന സന്തതി, പ്രൈസ് ഗോഡ്, യാക്കോബിൽ നിന്ന് ജനിക്കുന്ന സന്തതി വാഗ്ദത്തങ്ങളെ കൈവശമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ജനമാണെന്ന് വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജനമെന്ന് വിളിക്കപ്പെട്ട ഇസ്രായേൽ
ദൈവം ഉദ്ദേശിച്ച നിലവാരത്തിൽ എത്തിയില്ല എന്ന് കണ്ടപ്പോൾ, പ്രൈസ് ഗോഡ്, അല്ല എത്തുകയില്ല എന്ന് കണ്ടപ്പോൾ, ഇവിടെ 8-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ. ഒരു സെക്കൻഡ്. ദൈവം വിശ്വാസം മൂലം ജാതികളെന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ഇസ്രായേലൈറ്റ്സ്. വേദപുസ്തക പ്രകാരം, പഴയ നിയമപ്രകാരം യഹൂദനല്ലാത്തതൊക്കെ ജാതികളാണ്. അപ്പം യഹൂദനല്ലാത്തവരെയും നീതീകരിക്കും എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായിരുന്ന വചനം സംഭവിക്കുന്നതിന് മുമ്പേ എല്ലാം അറിയുന്ന ദൈവം തിരുവെഴുത്ത് മുൻപിൽ കണ്ടിട്ട്, എന്നുവെച്ചാൽ എഴുതപ്പെടുന്നതിന് മുമ്പ് ജാതികൾക്ക് വിശ്വാസത്താൽ കൃപയിലേക്ക് പ്രവേശനമുണ്ടെന്നുള്ള തിരുവെഴുത്ത് എഴുതപ്പെടുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ, പ്രൈസ് ഗോഡ്, സുവിശേഷം പ്രസംഗിച്ച് യഹൂദന്മാരല്ലാത്തവരെ, പരിച്ഛേദനയില്ലാത്തവരെ വിശ്വാസ മാർഗത്തിലേക്ക് നടത്തുന്ന അനേകം പ്രസംഗങ്ങളും അതിനോടനുബന്ധിച്ചുള്ള തിരുവെഴുത്തുകളും ഉണ്ടാകുന്നതിന് ആയിരക്കണക്കിന് 2000-ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വെച്ച് ആദ്യമായി സ്നാനത്തിലേക്ക് പത്രോസ് റെക്കമെൻഡ് ചെയ്ത് സ്നാനപ്പെടുത്തിയ ജാതികൾ, ആ ജാതികൾ വിശ്വാസത്തിൽ വരുമെന്നും അവരെ സ്നാനപ്പെടുത്തുമെന്നുമൊക്കെ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികളിലും മറ്റ് ലേഖനങ്ങളിലും അതിൻ്റെ ഇൻഡിക്കേഷൻ തെളിഞ്ഞും ഒളിഞ്ഞും എഴുതപ്പെടുന്നതിന് മുൻപ്, 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ വക തിരുവെഴുത്തുകൾ മുൻപിൽ കണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മുൻ കണ്ടിട്ട് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹം ആയിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തെല്ലാം അനുഗ്രഹങ്ങൾ ആ വാക്യങ്ങളെടുത്ത് ഒന്ന് നോക്കിയേ. ഞാൻ നിന്നെ, അതിൻ്റെ ഒന്ന്, യഹോവ അബ്രഹാമിനോട് ദേശത്തേക്ക് പോയാൽ, അടുത്ത വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 1, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് 2, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്താലാണ്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നിന്നെ ഉയർത്തും. പ്രൈസ് ഗോഡ്. നിന്റെ സന്തതി അനുഗ്രഹിക്കും. നീ മുഖാന്തരം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. എന്ത് ചെയ്താലാണ്? 1-ാം വാക്യം, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്. പ്രൈസ് ഗോഡ്. വിട്ട് പുറപ്പെട്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ അബ്രഹാമിനോട് കർത്താവ് ഒരു സുവിശേഷം അറിയിച്ചു. ഇത് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് പൗലോസിൽ കൂടെയും പത്രോസിൽ കൂടെയും അപ്പോസ്തലന്മാരിൽ കൂടെയും വന്ന സുവിശേഷമാണെന്ന് വിചാരിക്കല്ലേ. ഒരു സുവിശേഷം അറിയിച്ചു. എന്തുവാ? നീ നിന്റെ പിതൃഭവനത്തെയും ബന്ധുക്കളെയും
മിത്രങ്ങളെയും ചാർച്ചക്കാരെയും വിട്ട്. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15, 25, 26 ഇതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടെന്ന് നോക്കി. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന്, എല്ലാം വിട്ടിറങ്ങാൻ കഴിയുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശിഷ്യനായിരിക്കാൻ പറ്റും, അല്ലാത്തതിന് പറ്റത്തില്ല. ദൈവിക അനുഗ്രഹങ്ങളുടെ പുറത്ത് ചിലത് വിട്ട് ഇറങ്ങുന്ന ഒരു അനുഭവമുണ്ട്. അത് വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ കാണാം. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാത്തിലും ദൈവം ആവശ്യപ്പെടുന്നത് നിന്റെ പിതൃഭവനത്തെ, നിന്റെ ചാർച്ചക്കാരെ, നിന്റെ ബന്ധുമിത്രാദികളെ വിട്ട് അബ്രഹാമേ നീ പുറപ്പെട്ടാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അനുഗ്രഹത്തിൻ്റെ ഡെഫിനിഷൻ തർക്കമുള്ള വിഷയമാണ്, സമ്മതിച്ചു. അനുഗ്രഹിക്കാമെന്നുള്ളതിന് തർക്കമില്ല. ചിലർക്ക് അനുഗ്രഹം തോന്നുന്നത് അനുഗ്രഹമാകണമെന്നില്ല, ചിലർക്ക് അനുഗ്രഹം അല്ലെന്ന് തോന്നുന്നത് അനുഗ്രഹമാകുന്നിരിക്കും. ഡെഫിനിഷൻ മേ ബി ചിലപ്പോൾ എന്തെങ്കിലും തർക്കം ഉണ്ടായിരിക്കാം, ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ചായിരിക്കും. പക്ഷെ ഒരു കാര്യം വാസ്തവമാണ്, വിട്ടിറങ്ങിയാൽ അനുഗ്രഹമുണ്ട്. വിടാൻ മനസ്സുണ്ടോ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പം 8-ാം വാക്യത്തിൽ നിങ്ങൾ വായിച്ചു, ഉൽപ്പത്തി പുസ്തകം 12-ന്റെ 8-ാം വാക്യം ഒന്നുകൂടെ കേട്ടെ. അവൻ അവിടെ നിന്ന് ബേഥേലിനെ ഉൽപ്പത്തി പുസ്തകം 12-ന്റെ നമ്മൾ വായിച്ചിട്ട് 12 അതിന്റെ 8. 12:2 1, 2, 3 8-ാം വാക്യം. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള ഗലേഷ്യൻസ് 1:8. അബ്രഹാം അല്ല, ഗലേഷ്യൻ 1:8 നമ്മൾ വായിച്ചിട്ടുണ്ട്. 3:8. യെസ്. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് അബ്രഹാമിന്, പ്രൈസ് ലോർഡ്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വേദപുസ്തകത്തിലെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് പഞ്ചഗ്രന്ഥങ്ങളിലെ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സ്ഥാനത്ത് തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരു തിരുവെഴുത്ത് മുൻകണ്ടിട്ട് അബ്രഹാമേ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ അനുഗ്രഹം വരുത്തില്ലേ? രക്ഷിക്കപ്പെട്ട ഒരു കുടുംബം ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടത്തില്ലേ? പ്രൈസ് ഗോഡ്. ഇത്രയും കേട്ടിട്ടുണ്ട് കേട്ടോ. മാസ്റ്റർ മാത്രം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ട ഒരു കുടുംബമുണ്ടെങ്കിൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. വേദപുസ്തകത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഭവമായി തീർന്നത് കൊണ്ടാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ധൈര്യത്തോടെ പറയുന്നത്. ഇന്നും ഞാൻ താമസിക്കുന്ന സ്ഥലം, ഇപ്പോൾ ഞാൻ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലം, ആ സ്ഥലം ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അറിയപ്പെട്ടിരുന്നത്, അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു അറിയാമോ? ഇരുട്ടുമുക്ക്. നിങ്ങൾ ആ നാട്ടുകാരുടെ അവിടെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ അറിയാൻ പറ്റും. ഇരുട്ടുമുക്ക്, അന്ധകാരമായ ഒരു സ്ഥലം, ഇരുട്ടുമുക്ക്. ഞാൻ എൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുമ്പം മഴക്കാലത്ത് പണി നോക്കാനായിട്ട് ഓഫീസിൽ നിന്ന്, നേവൽ ബേസിൽ നിന്ന് പോയിട്ട് തൃക്കാക്കര അമ്പലത്തിൻ്റെ അതിലേ കയറാൻ നോക്കി. ബൈക്ക് കയറുന്നില്ല, തെന്നി താഴെ പോയി. ഞാൻ ഉടനെ ഭാരതമാത കോളേജ് വഴി വന്ന്, ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അങ്ങോട്ട് വരുന്ന ആ കയറ്റമുണ്ട്, ആ കയറ്റത്തൂടെ കയറാൻ പറ്റിയില്ല, തെന്നിപ്പോയി. പുറകോട്ട് പോയി തോപ്പിൽ വഴി വന്നു. ആ മുസ്ലിം പള്ളിയുടെ അടുത്തൊരു കയറ്റമുണ്ട്, അവിടെയും കയറാൻ നോക്കി, പറ്റിയില്ല. മൂന്നാമത് ഞാൻ ബൈക്ക് താഴെ വെച്ചിട്ട് നടന്ന് ചെന്നാണ് എൻ്റെ വീട്ടിൽ കയറിയത്. പണി നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ആ സ്ഥലം മേടിച്ച് വീട് പണിയുന്നതിന് മുമ്പ്, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാര്യാപുരം യോഹന്നാച്ചായൻ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ താമസിക്കാൻ പോകുന്ന സ്ഥലം അന്ധകാരം നിറഞ്ഞതാണെങ്കിലും, അദ്ദേഹത്തിന് അറിയത്തില്ല, ആ സ്ഥലത്തിനൊന്നും പിടിയുമില്ല. നീ താമസിക്കാൻ പോകുന്ന സ്ഥലം അന്ധകാരം നിറഞ്ഞതാണെങ്കിലും ഞാൻ അതിനെ സദാസമയവും വെളിച്ചമുള്ള സ്ഥലമാക്കി മാറ്റും. എനിക്ക് മനസ്സിലായില്ല അന്ന്. ഇരുട്ടുമുക്ക് സദാസമയം വെളിച്ചമുള്ള സമയമാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ അവിടെ ഏത് സമയത്തും വന്നോ,
2 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ മഴക്കാലത്തോ വേനൽക്കാലത്തോ ഏത് സമയത്തും കയറി വന്നോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കേരളത്തിലെ മുഴുവൻ ഇലക്ട്രിസിറ്റി പോകുമ്പോൾ ഒരു തെരുവിളക്കളും എറണാകുളത്ത് പോലും കത്താതിരിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ ജനറേറ്റർ സ്റ്റാർട്ടാവും. 24 മണിക്കൂറും വെളിച്ചമുള്ള ദേശമാക്കി ആ പ്രദേശത്തെ മാറ്റി. ഞാൻ പറയുന്നത്, എനിക്ക് ഒറ്റ ആൾക്ക് ദൈവം തന്ന വാഗ്ദത്തം നിറവേറ്റാൻ, നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടെ, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ സ്വർഗം തനിക്ക് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്യും. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും നിനക്കെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ 10, 30, 40, 50 വർഷം പ്രൈസ് ലോർഡ് കാക്കനാട് താമസിപ്പിക്കുന്ന കാര്യത്തിൽ പോലും എൻ്റെ ദൈവത്തിന് ശ്രദ്ധയുണ്ട്. നീ ആയിരിക്കുന്ന വീട്ടിനകത്ത്, നീ ആയിരിക്കുന്ന സ്ഥലത്ത്, നീ ആയിരിക്കുന്ന അനുഭവത്തിൽ, നീ ആയിരിക്കുന്ന ഓഫീസിൽ, നീ ആയിരിക്കുന്ന ജോലിയിൽ, അവിടെയും നിന്നെ പരിപാലിക്കാൻ കഴിവുള്ളൊരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ കരമുയർത്തി ഒരു സ്തോത്രം പറ. പ്രൈസ് ഗോഡ്. ഇന്ന് പകലൊരു സിനി ഒരു കാര്യം പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സിനിയെ കളിയാക്കിക്കൊണ്ട് മാനേജിങ് ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു, പ്രൈസ്, നമ്മുടെ ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ദിവസം നമ്മുടെ കമ്പനിക്ക് തീ പിടിച്ചാലും വരത്തില്ലെന്ന് കളിയാക്കി പറഞ്ഞതാണ്. സിനി കൊടുത്ത മറുപടി എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു. എന്നാ പറഞ്ഞറിയാമോ? ഞാനിവിടെ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഞായറാഴ്ച ഇവിടെ തീ പിടിക്കത്തില്ലെന്ന്. നീ ജോലി ചെയ്യുന്ന സ്ഥാപനമുണ്ടല്ലോ, ആ ഒരൊറ്റ കാരണത്താൽ തകരാൻ സമ്മതിക്കത്തില്ലെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. യോസേഫ് ഇല്ലാത്ത കനാൻ ദേശത്ത് ക്ഷാമം. യോസേഫ് ഇല്ലാത്ത കനാൻ ദേശത്ത് പാലും തേനും ഒഴുകുന്ന സ്ഥലമാണ് കനാൻ ദേശം അല്ലേ? പക്ഷെ അവിടെ ക്ഷാമം വന്നു. കാരണം എന്നാ? ദേശത്തിൻ്റെ കുഴപ്പമല്ല, യോസഫിനെ വിറ്റു. ഇന്ന് ഞാൻ സത്യം പറയാം, നിന്റെ വീട്ടിൽ ഗുണം പിടിച്ച ഒരെണ്ണം വീട്ടിൽ നിന്ന് പോയാൽ അതിൻ്റെ ദോഷമറിയും. ഞാൻ സത്യം പറയുക. യോസഫ് ഇല്ലാത്ത കനാൻ ദേശം ക്ഷാമം വന്നു. യോസഫ് ചെന്ന് കയറിയ മിസ്രൈമിലോ സമൃദ്ധി. ഇതൊക്കെ മനസ്സിലാക്കി ഒരു സ്തോത്രം പറയാൻ കഴിഞ്ഞു. എത്ര നന്നായിരുന്നു. നിന്റെ തലമുറയ്ക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ മുഖാന്തരം ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുന്നത് കാണുന്നുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. നിന്നെ ഒരു വീട്ടിൽ കയറ്റി ഒരു രാത്രി അന്തി ഉറക്കിയാൽ അതിൻ്റെ നന്മ ആ കുടുംബം അനുഭവിച്ചിരിക്കും. നീ ഒരു വീട്ടിൽ കാലുകുത്തി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്മ ആ കുടുംബത്തിൽ കണ്ടിരിക്കും. ഇതാ സുവിശേഷം. പ്രൈസ് ഗോഡ്. ഇത് കൊച്ചു കളിക്കുന്ന പരിപാടിയാണെന്ന് മനസ്സിലായിക്കോണം. ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി. ഹല്ലേലൂയ. എങ്ങനെ സംഭവിച്ചെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനവിടെ ചെല്ലുമ്പം യാതൊന്നുമില്ല. എന്നാൽ ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എൻ്റെ വീടിനോട് ചേർന്ന് അങ്ങോട്ട് വന്നു. എൻ്റെ പറമ്പുമായിട്ട് അതിർത്തി, കോളേജ് അതിർത്തിയാണ്. കോളേജ് വരാനായിട്ട് 3 പ്രപ്പോസൽ ഉണ്ടായിരുന്നു. 1 തൃക്കാക്കര, 2 വ്യവസായ മേഖലകളവിടെ, 3 തൃപ്പൂണിത്തുറ, 4 എടപ്പള്ളി. 4 പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഈ 4ഇടത്തും പോകത്തില്ല. എൻ്റെ വീട്ടിന് മുമ്പിൽ തന്നെ വരും. പ്രൈസ് ഗോഡ്. ഇനി നിങ്ങൾ വന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ആ പ്രദേശത്ത് എൻ്റെ വീട് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ കോമ്പൗണ്ട്, ആ പ്രദേശം മുഴുവൻ കോളേജിന് കിട്ടുമായിരുന്നു. പക്ഷേ പ്രൈസ് ഗോഡ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക നിയമപ്രകാരം എൻ്റെ വീട് അക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ ദൈവം തരുന്ന സ്ഥാനങ്ങൾ നോക്കണം, മാനങ്ങൾ നോക്കണം. നിന്റെ വീട് ഹല്ലേലൂയ. കാരണം പ്രവചനം നിവൃത്തിയാകണമെങ്കിൽ, ദൈവം എന്നോട് സംസാരിച്ചത് വിശ്വസിച്ച് ഞാൻ കാത്തിരിക്കുമ്പം അത് നിവൃത്തിയാകണമെങ്കിൽ, നിന്നെക്കൊണ്ട് പ്രൈസ് ഗോഡ് അത് അനുഭവിക്കത്തക്കവണ്ണം ഭാഗ്യം തരണമെങ്കിൽ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണണം സംസാരിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ ഓരോന്നും നിവൃത്തിയാകുന്നത്. പ്രവചനത്തിൽ വിശ്വാസമുള്ള ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. രണ്ടാമത് 1, 2 കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, മഴയത്ത് കയറാൻ വയ്യാതെ ബൈക്ക് തള്ളി കയറ്റി സൈഡിലോട്ട് വച്ചിട്ട് നടന്ന് കയറിയ സ്ഥാനത്ത് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് 4 വശത്തുനിന്നും വഴിയാണ്, ടാറിട്ട വഴി. ഇനി എൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള എബ്രഹാമിനും ജെയ്സനും, പിന്നെ ആരൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം ഇരിക്കുന്നത്? നമ്മൾ 2 ഉള്ളൂ. ജെയ്സൺ നമ്മൾ 2 ഉള്ളൂ.
കെ വി സാമുവലിനും അറിയാം. 30 കൊല്ലമായിട്ട് മംഗുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അടിമാലി അടുത്ത് മാങ്കുളം, 30 വർഷമായിട്ട് ഒരു റോഡില്ല. ഒരു റോഡ് ഉണ്ടാക്കിയത് കുറേ മെറ്റലൊക്കെ ഇട്ട് പിന്നെ പാറയും കല്ലുമൊക്കെ ആയിട്ട് കിടക്കുക. ആ മംഗുളത്ത് ഞങ്ങൾ ചെന്ന് ഒറ്റ മീറ്റിംഗ് ഇല്ലേ, എവിടെ ഓർക്കുന്നുണ്ടോ? എന്നുണ്ടായിരുന്നല്ലോ. അര ദിവസത്തെ ഒരു മീറ്റിംഗ്, അതിൽ 1 മണിക്കൂറേ പ്രാർത്ഥിച്ചുള്ളൂ. പ്രൈസ് ഗോഡ്. ഞങ്ങൾ ചെന്ന് തിരിച്ച് വീട്ടിൽ വന്ന് 1 മാസം കഴിഞ്ഞ 30-ാം ദിവസം മംഗുളം അടിമാലി പ്രൈവറ്റ് ബസ് ഓടത്തക്ക വേണം ആ റോഡ് നന്നായി അലോട്ട്മെൻ്റായി. പ്രൈസ് ഗോഡ്. കുട്ടിക്കാനത്തെ സ്ഥലം നമ്മൾ മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഓർക്കുന്ന വണ്ടി നമ്മൾ എവിടെ ഇട്ടിട്ടാ പോയെ? ജീപ്പ് പിടിച്ചാൽ പോയത്, അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ കാല് കുത്തി അതിൻ്റെ പറമ്പിൻ്റെ നടുക്ക് കൂടെ, നമ്മുടെ വീടിൻ്റെ നടുക്ക് കൂടെ പ്രൈസ് ഗോഡ് റോഡ് വന്നു. ഹല്ലേലൂയ. പുനലൂർ സ്ഥലത്തിൻ്റെ പേരണ നമ്മുടെ എന്തോ കരവാളൂർ പ്രൈസ് ഗോഡ്. ഞങ്ങൾ പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, വഴി ഉണ്ടെന്ന് പറയാം. കല്ലിളകി നാശിച്ച് എന്നോട് പറഞ്ഞത് അന്ന് കുഞ്ഞുമച്ചി പറഞ്ഞു, ഇവിടുത്തെ ഈ നാടിൻ്റെ ശാപം ഈ റോഡാണ്. എത്ര വർഷമായെന്നറിയാമോ? ഞങ്ങൾ ചെന്ന് ഒറ്റ യോഗമേ നടത്തിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് അലോട്ട്മെൻറ്റായി ടെൻഡറായി ടാറ് വിട്ടു. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നീ പോകുന്നിടത്ത് അനുഗ്രഹമുണ്ട്, നീ ചെല്ലുന്നിടത്ത് അനുഗ്രഹമുണ്ട്, നീ കയറുന്ന കുടുംബത്തിൽ അനുഗ്രഹമുണ്ട്. അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ ആ പ്രൈസ് ഗോഡ്, ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ആമേൻ. ഇത് ഞാനിങ്ങനെ പറയാൻ തുടങ്ങി ഒരു 10-25 ഞാൻ പറയാം. പെർഫെക്റ്റ് എക്സാമ്പിൾസ് കണ്ണിൻ്റെ മുമ്പിൽ കണ്ടത്. ചുമ്മാതാണോ? ഈ കർത്താവിൽ വിശ്വസിച്ചാൽ അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള തിരുവെഴുത്ത് മുന്നിൽ കണ്ടിട്ട് എഴുതി വച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. അവരൊരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ഗോഡ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. അബ്രഹാം എന്തോ ചെയ്തു? ഇറങ്ങി പുറപ്പെട്ടു. ദൈവം പറഞ്ഞതനുസരിച്ച് പോയി. ഇന്ന് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ വചനം സുവിശേഷം അനുസരിക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് നമ്മൾ വായിച്ച ലൂക്കോസ് ഇപ്പോൾ വായിച്ചതുപോലെ അബ്രഹാമിന് സമമായൊരു വിളിയുണ്ട്. അബ്രഹാമിന് സമമായൊരു വിളിയുണ്ട് നിങ്ങൾക്കും എനിക്കും. ആ വിളി എന്നാണെന്നറിയാമോ? എന്തുണ്ടെങ്കിലും എല്ലാം വിടുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നം അവിടെ ഇട്ടിട്ട് ദൈവ കാര്യങ്ങൾക്ക് വേണ്ടി ദൃഷ്ടി വയ്ക്കുക, പ്രാർത്ഥനയ്ക്ക് ദൃഷ്ടി വയ്ക്കുക, ആരാധനയ്ക്ക് ദൃഷ്ടി വയ്ക്കുക, സുവിശേഷത്തിന് ദൃഷ്ടി വയ്ക്കുക. ഇച്ചിരി കൂടെ പ്രാർത്ഥിക്കുക. മാസ്റ്റർ ഒന്ന് കുറച്ച് വേണം, അല്ലെങ്കിൽ ഇവിടെ കൂടുതലാണ്. സച്ചിൻ എന്ത് വില കൊടുത്തു നിങ്ങൾ എന്ത് ചെയ്യണം? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് വഴികൾ തുറന്നു കിടക്കുകയാണ്. നിന്റെ മുമ്പിൽ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ പ്രൈസ് ഗോഡ്, ചരിത്രത്തിൻ്റെ ഭാഗമായി വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന യെശയ്യാ പ്രവചനത്തിൻ്റെ 45-ാം അധ്യായം വായിച്ചാൽ മതി. ചരിത്രത്തിൻ്റെ ഭാഗമായി യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. ദൈവം ഒരുത്തനെ തെരഞ്ഞെടുത്താൽ അവന് വേണ്ടി എന്തൊക്കെ ചെയ്യും? വായിച്ചു നോക്കി. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, കോരശ് ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുൻപെഴുതിയതാണ് ഈ യെശയ്യാ പ്രവചനം. ഇത് എഴുതുമ്പം കോരശ് ജനിച്ചിട്ടില്ല. ഇത് എഴുതിയതിന് 200 വർഷത്തിന് ശേഷമാണ് കോരശ് ജനിക്കുന്നത്. ഞാൻ ആൽഫയും ഞാൻ ഒമേഗയും എന്ന് പറഞ്ഞ കർത്താവ്. ദൈവമക്കളെ, നീ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ വരും കാലത്തേക്കുള്ളത് മുഴുവൻ ഒരുക്കി വച്ചിട്ടാണ്. നിന്റെ കുടുംബത്തിന് ഒരുക്കിയിട്ടാണ്, നിന്റെ തലമുറയ്ക്ക് ഒരുക്കിയിട്ടാണ്, നിന്റെ ഉപജീവനത്തിന് ഒരുക്കിയിട്ടാണ്. നീ പട്ടിണി കിടക്കാൻ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇറക്കുന്നതും കണ്ടിട്ടില്ലെന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുക്കിയിട്ടാണ്. ഉടബല ഹതുര ജബന ജലക ജഗലക രന്തല ഹത്തര കൗടെ അസ്ത രകത ജനബല ഹതല ബൗഡക രകടക ജലബല ഹത്തര ബൗഡ.
ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാവുന്നൊരു വാക്യം പറഞ്ഞു തരാം. അതുപോലെ കറക്റ്റാണ്. ആ വാക്യം ഏതാണെന്നറിയാമോ? ഞങ്ങൾ ചേർന്ന് പറ. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകൂടെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞോ. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് ആരാധിക്ക്. ഇതാ വഴികൾ തുറക്കാൻ പോകുകയാണ്. അടഞ്ഞു കിടക്കുന്ന വഴികൾ, തലമുറയുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവ് ചില വഴികൾ തുറക്കട്ടെ. തലമുറയുടെ മുമ്പിൽ അടഞ്ഞു കിടന്ന വഴികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് തുറക്കട്ടെ. തലമുറയുടെ മുമ്പിൽ, തലമുറകളുടെ മുമ്പിൽ, തലമുറകളുടെ മുമ്പിൽ, തലമുറകളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ചില വഴികൾ ഇന്ന് രാത്രി തുറക്കട്ടെ. ഉടബല ഹതുരക ജനബല ഹതുരക ജനബല ജനബല ഹതുന. ജീസസ് ജീസസ് ജീസസ്. Praise God. ഹല്ലേലൂയ. ഈ പുസ്തകം കയ്യിലെടുത്ത് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിതാവായ യേശുവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് കൃപയിലായ ദൈവപൈതലെ ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിന്റെ തലമുറ തെണ്ടേണ്ടി വരത്തില്ല. നിന്റെ തലമുറ തെണ്ടേണ്ടി വരത്തില്ല. നിന്റെ തലമുറ തെണ്ടേണ്ടി വരത്തില്ല. നിന്റെ തലമുറ തെണ്ടേണ്ടി വരത്തില്ല. ജബന ദലക രഗന. ആമേൻ. ഹല്ലേലൂയ. 2007 ഡാളസിൽ ചെന്നപ്പോൾ ഒരു പ്രസംഗത്തിലാണ് ഞാൻ ഈ മർമ്മം എനിക്ക് വെളിപ്പെട്ടത്. ഞാൻ അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു. ദാവീദ് ഗോലിയാത്തിനെ കണ്ടിട്ടുണ്ട്. ദാവീദ് തൻ്റെ നേരെ വരുന്ന സിംഹത്തെ കണ്ടിട്ടുണ്ട്. ദാവീദ് അപ്പൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ പിടിച്ചുകൊണ്ട് ഓടുന്ന കരടിയെ കണ്ടിട്ടുണ്ട്. ദാവീദ് തൻ്റെ നേരെ കുന്തം ചാടുന്ന അമ്മായിയപ്പനെ കണ്ടിട്ടുണ്ട്. ദാവീദ് ദൈവത്തെ ആരാധിച്ചതിൻ്റെ പുറത്ത് തന്നെ നിന്ദിച്ച തൻ്റെ മകളെ കണ്ടിട്ടുണ്ട്, ഭാര്യയെ കണ്ടിട്ടുണ്ട്. തനിക്കെതിരായി ഗൂഢാലോചന നടത്തി സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ച അബ്ശാലോമിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ദാവീദ് ഒരു കാര്യം കണ്ടിട്ടില്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വചനം സത്യമാണ്, വചനം സത്യമാണ്, വചനം സത്യമാണ്, വചനം സത്യമാണ്. ആമേൻ. ഈ വാക്യത്തിൻ്റെ കൊറോളറി, മാത്തമാറ്റിക്സിൽ ഒരു കൊറോളറി എന്ന് പറയുന്നത് സമാന്തരമായി കിടക്കുന്ന മറ്റൊരു ആശയം ഞാൻ പറയാം. എന്തെന്നറിയാമോ? ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെടേണ്ട ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നീതിയോടെ ദൈവവചനം അനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ മതി. നിന്റെ തലമുറയുടെ വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട. നിന്റെ തലമുറയുടെ വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട. ഇന്ന് രാത്രി ഭാരപ്പെടുന്ന മാതാവേ, ഭാരപ്പെടുന്ന പിതാവേ, എൻ്റെ ദൈവം വ്യക്തമായി അരുളി ചെയ്യുന്നു. ഈ ഉപവാസം കഴിഞ്ഞ് 30 ദിവസത്തിനകം നിന്റെ തലമുറയെക്കുറിച്ച് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്, മറുപടിയുണ്ട്. ഉദപാര കഥ വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ടെ. ആമേൻ. സെപ്റ്റംബർ മാസം 1-ാം തീയതി ഈ ഉപവാസം തീരും. പിന്നെ എണ്ണിക്കോ 30 ദിവസത്തിനകം നിന്റെ തലമുറയെക്കുറിച്ച് ചില വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കത്തക്കവണ്ണം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും, വെളിപ്പെടും, വെളിപ്പെടും.
വെളിപ്പെടും. നിങ്ങൾ കുറിച്ചിട്ടോ? ജീസസ്. ഇന്ന് രാത്രി വേദനിക്കുന്ന പിതാവേ, വേദനിക്കുന്ന മാതാവേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. ദൈവമേ, എന്റെ യേശുവേ, സ്വർഗം തുറക്കട്ടെ, സ്വർഗം തുറക്കട്ടെ, സ്വർഗം തുറക്കട്ടെ. അനുഗ്രഹത്തിന്റെ കെട്ടുകൾ, പൂട്ടുകൾ, അനുഗ്രഹത്തിന്റെ പൂട്ടുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി വില പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, ഞങ്ങളുടെ തലമുറകളെ നശിപ്പിക്കാൻ നിൽക്കുന്ന, അവരെ നിരാശപ്പെടുത്തിയിട്ടിരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഇവിടെ വരകഥ ജയമെടുത്ത് 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 ആരാധിക്കുന്നു, ജയമെടുത്ത് ആരാധിക്കുന്നു, ജയമെടുത്ത് ആരാധിക്കുന്നു, ജയമെടുത്ത് ആരാധിക്കുന്നു. Praise God. Hallelujah. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. വായിച്ചോ? നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കി. ഏത് സന്തതി? ചില മിനിറ്റുകൾക്ക് മുമ്പ് ചാരമായി തീരേണ്ട ഇസഹാക്കിൽ കൂടെ, ചില നിമിഷങ്ങൾക്ക് മുമ്പ് ചാരമായി തീരേണ്ട ഇസഹാക്കിൽ കൂടെ സ്വർഗത്തിന്റെ വാഗ്ദത്തമുണ്ടായി. നിന്റെ സന്തതി കൈവശമാക്കും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ഏത് വിഷയമായാലും വിടുതല, എന്ത് വിഷയമായാലും വിടുതല. എന്റെ ദൈവത്തിന്റെ കയ്യിൽ സകലത്തിനും വിടുതല. ആമേൻ. ആരാധിച്ചു പോയാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്നാമത്, രാത്രി ഇവിടെ അത്രയും ശബ്ദം എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. 2, പ്രൈസ് ഗോഡ്, സമയം കുറച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ന് രാത്രി മുഴുവനും ആരാധിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ വിശ്വാസക്കണ്ണാൽ കാണുന്നു, സന്തതികൾ വിടിവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സന്തതികളുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തലമുറയുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. 18-ാം വാക്യം ശ്രദ്ധിക്ക്. 18-ാം വാക്യം. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്തോ പറഞ്ഞു? നീ എന്റെ വാക്ക് അനുസരിച്ചത് മുഖാന്തരം. 12-ാം അധ്യായത്തിൽ അബ്രഹാമേ നീ അനുസരിച്ചില്ലേ? അത് കഴിഞ്ഞൊരു 10 അധ്യായം കൂടെ കഴിഞ്ഞപ്പം 22-ാം അധ്യായത്തിലും അബ്രഹാമേ നീ അനുസരിച്ചില്ലേ? അന്ന് നീ പിതൃഭവനം വിട്ടു, അന്ന് നീ ബന്ധുക്കളെ വിട്ടു, അന്ന് നീ ചാർച്ചക്കാരെ വിട്ടു, അന്ന് നീ നിന്റെ ദേശം വിട്ടു, അന്ന് നിനക്കൊരു മകനുണ്ടായിരുന്നില്ല. എന്നാൽ 10 അധ്യായം കഴിഞ്ഞപ്പോൾ 22-ാം അധ്യായത്തിൽ ലൂക്കോസ് 10:14-19 പറഞ്ഞിരിക്കുന്നത് പോലെ അപ്പനെയും അമ്മയെയും മാത്രമല്ല, ചാർച്ചക്കാരെയും ബന്ധുക്കളെയും മാത്രമല്ല, മക്കളെയും വിടണമെന്നുള്ള വചനത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്ത് അബ്രഹാമേ നിന്റെ മകനെയും തരാൻ നീ മടിച്ചില്ല, നീ അവനെയും വിട്ടു. അബ്രഹാമേ നിനക്കൊരു നഷ്ടമായില്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്തുവാ അബ്രഹാം ചെയ്തത്? 22-ാം അധ്യായത്തിൽ
12-ാം അധ്യായത്തിൽ ബാക്കി കിടന്നത് വിടാനുള്ള 2 സാധനം ഉണ്ടായിരുന്നു. ഒന്ന് ഇസ്മായേൽ, 2 ഇസഹാക്ക്. ഇസ്മായേലിനെ ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് വിട്ടു. ഈ നമ്മൾ വിചാരിക്കുന്നത് ഈ കർത്താവ് പറഞ്ഞു, അബ്രഹാമേ ഈ കാര്യത്തിൽ നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടോളാൻ പറഞ്ഞു. ഞാനത് വായിച്ചിട്ട് ഒത്തിരി എനിക്ക് കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്. കർത്താവേ, ഇവിടെ ഭാര്യ പറഞ്ഞാൽ കേൾക്കാനായിട്ട് ഒരൊറ്റ വാക്യം അതേ ഉള്ളൂ. അത് ചെറിയ കാര്യമാണോ? ദാസിയും മകനെയും പുറത്തായിക്കളയോ. ഭാര്യ പറഞ്ഞാണ് ഒന്നും കൊടുത്തു പോരുത് കേട്ടോ, പുറത്തൊക്കെ ആക്കാം, അവന് ആ പറമ്പ് ഈ പറമ്പൊന്നും എഴുതി കൊടുത്ത് വിടരുത്, ഒരു തുരുത്തി വെള്ളവും ഒരപ്പവും. ഏതായാലും അത്രയും തോളത്ത് കൊടുത്ത് സങ്കടപ്പെട്ടായിരിക്കും അയച്ചേക്കുന്നത് കേട്ടോ. കരഞ്ഞു കാണും. പക്ഷെ ആരോട് കരഞ്ഞു? സ്വർഗത്തോട് കരഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഇസ്മായിലിനെ വിട്ടു. ഇനി ഇസഹാക്കുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസഹാക്കിനെ ജീവനോടാണ് വിട്ടത്. പ്രൈസ് ഗോഡ്. ഇസ്മായിലിനെ ജീവനോടാണ് വിട്ടത്. ഇസഹാക്കിൻ്റെ കാര്യം വന്നപ്പോൾ തമ്പുരാൻ എന്നാ പറഞ്ഞ്? നീ ഇസ്മായിലിനെ ജീവനോടെ മരുഭൂമിയിലേക്ക് വിട്ടു, എന്നാൽ നിന്റെ ഏകജാതനായി ഇനി ബാക്കിയുള്ള ഇസഹാക്കിനെ ജീവനോടെ കത്തിക്കണമെന്ന് പറഞ്ഞു. ജീവനോടെ കത്തിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിൽ ബന്ധുക്കളെ വിടാൻ മടി കാണിക്കാത്ത, ചാർച്ചക്കാരെ വിടാൻ മടി കാണിക്കാത്ത, പിതൃദേശം വിടാൻ മടി കാണിക്കാത്ത അബ്രഹാം അതേ തിടുക്കത്തോടെ 22-ന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ാം വാക്യം, 2-ാം വാക്യം. അബ്രഹാം അധികാലത്തെ 3-ാം വാക്യം. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് ഇസ്മായിലിനെ വിടാനും വേണ്ടി അധികാലത്ത് എഴുന്നേറ്റു. മനസ്സിലായി? രാത്രി അരുളപ്പാടുണ്ടായി, അധികാലത്ത് എഴുന്നേറ്റു. ദൈവത്തിൻ്റെ പൈതലെ, വിടാനുള്ള ആഹ്വാനം വന്നാൽ നേരം വെളുക്കുന്നവരെ കാത്തിരിക്കല്ലേ, രാത്രി വിട്ടോണം. ഇന്ന് രാത്രി ചിലത് വിടണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി എന്നോടും നിന്നോടും സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ വച്ച് വിടാൻ തീരുമാനിക്ക്, നഷ്ടമാകത്തില്ല. മനസ്സിലായോ? നഷ്ടമായില്ല. ഒരു ഭാവന ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരാള് ഒരു യോഗത്തിൽ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പുള്ളി നാട്ടുകാരോടൊക്കെ പറഞ്ഞു, ഞാൻ കർത്താവിന് വേണ്ടി എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് രാത്രി പുള്ളി കണ്ട ഒരു സ്വപ്നം ഇങ്ങനെ ഭാവനയായിട്ട് ഞാൻ വായിച്ചതാകട്ടോ. നടന്ന കാര്യമാണോ അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ നടക്കാൻ സാധ്യതയൊക്കെ ഉള്ളതായിരിക്കും. രാത്രി സ്വപ്നത്തിൽ കർത്താവ് അവൻ്റെ അടുക്ക വന്നു. നേരിട്ട് കാണാൻ കർത്താവിനെ. കർത്താവ് ചോദിച്ചു, എടാ കൊച്ചനെ, നീ ഇന്ന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചല്ലോ അല്ലേ? പ്രൈസ് ഗോഡ്. നിനക്കുള്ളത് മുഴുവനും സമർപ്പിച്ചോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പുള്ളി പറഞ്ഞു, കർത്താവേ എല്ലാം ഞാൻ സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിൻ്റെ വീട്? പുള്ളി പറഞ്ഞു, ശരിയാണല്ലോ, ഞാൻ വീട് സമർപ്പിച്ചിട്ടില്ല. വീടങ്ങ് സമർപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഇനി വല്ലതുകൊണ്ടോ സമർപ്പിക്കാൻ ചോദിച്ചു. ഈ പുള്ളി പറഞ്ഞു, കർത്താവേ ഇനിയൊന്നുമില്ല, പിന്നെ ഇത്രയേ ഉള്ളൂ. അല്ല, എൻ്റെ കാറുണ്ട്, ഓക്കെ, സമർപ്പിക്കാൻ പറഞ്ഞു. അതും സമർപ്പിച്ചു. പ്രൈസ് ഗോഡ്. ചോദിച്ചു, ഇനി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവേ, തിരുവനന്തപുരത്ത് കുറച്ച് സ്ഥലം മേടിച്ചത് കിടപ്പുണ്ട്, 10 സെൻറ്റേ ഉള്ളൂ, അതും സമർപ്പിക്കാൻ പറഞ്ഞു. അതും സമർപ്പിച്ചു. പ്രൈസ് ഗോഡ്. പിന്നെ ചോദിച്ചു, ഇനിയും വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇനി എൻ്റെ കർത്താവ് എൻ്റെ കുടുംബമല്ലാതെ ഒന്നുമില്ല. അപ്പോൾ നിനക്ക് ഭാര്യ ഉണ്ടല്ലേ? സമർപ്പിക്കാൻ പറഞ്ഞു. ഭാര്യയെ സമർപ്പിച്ചു. ഇനിയോ? ഇനി ആ കൊച്ചു പിള്ളേർ 2 അല്ലാതെ ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, അതിനെയും സമർപ്പിക്കാൻ പറ്റുമോ? ഇസ്മായേലിനെ സമർപ്പിച്ചതുപോലെ, അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചതുപോലെ നിനക്ക് അവരെയും കൂടെ സമർപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് ഞാൻ പറയുന്നിടത്തേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ലൂക്കോസ് 14:19 ഒന്നുകൂടെ വായിച്ച്. അതുകൊണ്ടാണ് ഞാൻ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. ലൂക്കോസ് 14:19. 25. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും
സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, ശരി, നിന്റെ വീട്, നിന്റെ കാറ്, നിന്റെ വാഹനങ്ങൾ, നിന്റെ വസ്തുക്കള്, നിന്റെ മക്കള്, നിന്റെ ഭാര്യ, ഇതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് നിനക്ക് ഇറങ്ങാമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മളോട് ആ ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അദ്ദേഹം പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ ഇറങ്ങാമേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ഇവിടെ വീട്, കാറ്, വസ്തുക്കൾ, ഭാര്യ, മക്കള് എല്ലാത്തിനെയും മേടിച്ച് വെച്ച് ചോദിക്കുന്നേ, നിനക്ക് ഇറങ്ങാമോ? ഇറങ്ങാമേ എന്ന് പറഞ്ഞു. എന്നാ മകനെ, നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇവിടെ വീടുമുണ്ട്, കാറുമുണ്ട്, മക്കളുമുണ്ട്, എല്ലാം ഉണ്ട്, ഇനി നീ ഇറങ്ങാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച് അവൻ നഷ്ടപ്പെട്ടതിൻ്റെ അനേകം മടങ്ങ് ഒരുക്കി വെച്ചിട്ട് വിളിക്കുകയാണ്, എൻ്റെ വചനം അറിയിക്കാൻ, സുവിശേഷം അറിയിക്കാൻ ആർ എനിക്ക് വേണ്ടി പോകും? ഇന്ന് പകൽക്കാലം ആർ എനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചാൽ പോയി നോക്കിയേ, ഇറങ്ങി നോക്കിയേ, വിട്ടു നോക്കിയേ, ജോലിയൊന്ന് വിട്ടു നോക്ക്, ആവശ്യങ്ങളൊന്ന് വിട്ടു നോക്ക്, കുടുംബമൊന്ന് വിട്ടു നോക്ക്, പ്രതികൂലങ്ങളൊന്ന് വിട്ടു നോക്ക്, ഇഷ്ടമുള്ളതെല്ലാം വിട്ടു നോക്ക്, പറ്റുമാനങ്ങൾ വിട്ടു നോക്ക്. അവിടം തൊട്ട് അനുഗ്രഹം ആരംഭിക്കും. വിട്ടു നോക്ക്. എന്നോട് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഡയറക്ടർ ജനറൽ, പ്രൈസ് ഗോഡ്, പറഞ്ഞു, വാട്ട് ആർ യു ടെല്ലിങ്? ഇനിയും 10-12 കൊല്ലം സർവീസ് ഉണ്ട്. അറിയാമോ, അവസാനം കിട്ടുന്ന ശമ്പളമാണ് ഏറ്റവും കനത്ത ശമ്പളം. പ്രൊമോഷൻ കിട്ടാനുണ്ട്. വട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വൈഫ് സമ്മതിച്ചു എന്ന് ചോദിച്ചിട്ട് ഡയറക്ടർ നേരെ ഇവിടെ വിളിച്ചു. ഇവള് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. യു ആർ ഓൾസോ ക്രേസി, വട്ടാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് അതേ ഡയറക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്തത് ശരിയായിരുന്നു. നിന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും വിട്ടുകഴിഞ്ഞാൽ തൽക്കാലം പോഷത്വമെന്ന് തോന്നും, തൽക്കാലം അത് നഷ്ടമാണെന്ന് തോന്നും, തൽക്കാലം അത് കഷ്ടമാണെന്ന് തോന്നും. എന്നാൽ പിന്നത്തേതിൽ നഷ്ടമല്ല. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞ ജോലി ഉണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്നതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട് തന്നെയാണ് ജോലി വിട്ട ശേഷം ജീവിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശമ്പളത്തെക്കാൾ ലോകത്തിന്റെ മുഴുവൻ പ്രസിഡന്റായിരിക്കുന്ന കർത്താവ് നിന്നെ പോറ്റി പുലർത്തിയാൽ, കർത്താവ് നിന്നെ പരിപാലിച്ചാൽ നിനക്കൊരു കഷ്ടവും നഷ്ടവും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സാധു ചൂഞ്ഞു ഉപദേശിയെ പോലെ എത്ര എണ്ണമുണ്ട്, സാധു സുന്ദർ സിംഗിനെ പോലെ എത്ര എണ്ണമുണ്ട്. അങ്ങനെ വിളിയുള്ള ഒന്നിനെയോ രണ്ടിനെയോ ഒക്കെ ദൈവം എക്സാമ്പിളായിട്ട് നിർത്തും. അല്ലാതെ വരുന്നവനെ മുഴുവനും പിടിച്ച് സാധു ചൂഞ്ഞു ഉപദേശിയാക്കത്തില്ല. ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയുക. നിനക്ക് മനസ്സുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, കഷ്ടത ഓപ്ഷണലാണ്, എടുക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മനസ്സിലാക്കണം, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ ഇടയായാൽ അത് ഭാഗ്യമാണ്. ഒരു മനസ്സിന് വിഷമിച്ചൊന്നും കഷ്ടം ഏറ്റെടുക്കണ്ട. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും മരിക്കാനും ഞാൻ ഒരുക്കമാണെന്ന് തീരുമാനിക്കുന്ന വ്യക്തികളെ കൊണ്ട് ഈ പട്ടണം പിടിക്കാൻ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് രാവിലെ സിനി പറഞ്ഞൊരു കഥയോട് ചേർന്ന് പറഞ്ഞു. പലർക്കും പ്രൈസ് ഗോഡ് കൈപൊക്കാൻ പേടി കാണും. പക്ഷെ ഞാൻ ഒരു സത്യം പറയാം, പൊക്കിയവനാരും ലജ്ജിച്ചിട്ടില്ല, ഇറങ്ങിയവനാരും ലജ്ജിച്ചിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. നിന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നിന്നിച്ചോരുടെ മധ്യമാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം യേശുവല്ലയോ. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന
നല്ലൊരു പാലകൻ യേശുവല്ലയോ, ചിന്തിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം യേശുവല്ലയോ. ഹല്ലേലൂയ പാടി ജയം ഘോഷിക്കാം, അല്ലെല്ലാം മറന്നാർത്തു പാടാം, എല്ലാ നാവും ചേർന്നാഘോഷിക്കാം, വല്ലഭനെ എന്നും ആരാധിക്കാം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പം അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്, അബ്രഹാമിനോട് നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ ആദ്യത്തെ സന്ദർഭം അബ്രഹാം പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടപ്പോൾ. ഒരു കാര്യം മനസ്സിലാക്കണം, അതിനെ അനുഗ്രഹിക്കുന്നു പറഞ്ഞാലും വിടല്ലേ, പോക്ക. അതും കൂടെ മനസ്സിലായിക്കോണം. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് വിടാൻ പോവുക. പ്രൈസ് സ്ഥലോ തലയും കുത്തി താഴെ വീഴുകയല്ലാതെ സേഫായിട്ട് ലാൻഡ് ചെയ്യത്തില്ല. ആത്മാർത്ഥമായിട്ട് അബ്രഹാമിനോട് അനുഗ്രഹിക്കും എന്നുള്ള, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി മുഖാന്തരം ലോകം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം ആദ്യം പറഞ്ഞത് 12-ാം അധ്യായത്തിൽ പിതൃഭവനത്തെയും മിത്രങ്ങളെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും വിട്ടപ്പോൾ. രണ്ടാമത് നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം ഞാൻ അനുഗ്രഹിക്കും, അവരെ വർദ്ധിപ്പിക്കും, അവർ ദേശം കൈവശമാക്കും എന്ന് പറഞ്ഞത് മകനെയും വിട്ടപ്പോൾ. അപ്പോൾ വിടുന്നിടത്താണ് അനുഗ്രഹം എന്ന് മനസ്സിലാക്കി ഒരു സ്തോത്രം ചെയ്യാമോ? ഇത് ശരിക്കുള്ള സ്തോത്രമാണോ? ചിലത് വിട്ടത് അനുഗ്രഹമാണ്, ചിലത് നഷ്ടമാകുന്ന അനുഗ്രഹമാണ്, ചിലത് ഉപേക്ഷിക്കുന്നത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള കംഫർട്ട് സോണിൽ നിന്ന് അത് ഉപേക്ഷിച്ചിറങ്ങാൻ പറ്റുമോ? ഉണ്ടോ? അനക്കില്ല. ഇത് പൂച്ച എങ്ങനെ വീണാലും 4 കാലയിലെന്നുള്ള വിധത്തിലാവല്ലേ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നമ്മൾ ഈ മെസ്സേജ് അങ്ങ് ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞു, അബ്രഹാമിന് തൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നുള്ള വാഗ്ദത്തം ആദ്യം ലഭിച്ചത് പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദേശക്കാരെയും വിട്ടപ്പോൾ. രണ്ടാമത് നിന്റെ സന്തതി കടൽപ്പുറത്തെ മണൽ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ആകുമെന്ന് ഉറപ്പോടെ വീണ്ടും പറഞ്ഞ് നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത് ഉള്ള മകനെ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ. ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കട്ടെ, അനുഗ്രഹം കിട്ടാനല്ല, ഞാൻ മുഖാന്തരം നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള തിരുവെഴുത്ത് മുന്നിൽ കണ്ടിട്ട് നിന്നിൽ കൂടെ നിന്റെ അയൽവക്കത്ത് അനുഗ്രഹം ഉണ്ടാകണം, നിന്നിൽ കൂടെ നിന്റെ പുറകിലുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാകണം, നിന്നിൽ കൂടെ നിന്റെ വീട്ടുകാർക്ക് അനുഗ്രഹം ഉണ്ടാകണം, നിന്നിൽ കൂടെ നിന്റെ നാട്ടുകാർക്ക് അനുഗ്രഹം ഉണ്ടാകണം, നിന്നിൽ കൂടെ നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുഗ്രഹം ഉണ്ടാകണം. നീ ഒരു അനുഗ്രഹമാകണം. അങ്ങനെ ഒരു അനുഗ്രഹമാകണമെങ്കിൽ വിടണം. വേദപുസ്തകം മുഴുവൻ ഞാൻ പരിശോധിച്ചിട്ട് മനസ്സിലായത്, സ്വാർത്ഥതയില്ലാതെ ദൈവത്തെ സേവിക്കാൻ ഒരു മനസ്സ് ഒരുക്കത്തോടെ സന്തോഷത്തോടെ കാണിക്കാൻ ഇടയായാൽ നിനക്ക് അനുഗ്രഹമാണ്, നിനക്ക് നഷ്ടം വരത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ഗോഡ്, വിടുന്നത് യഥാർത്ഥമായിട്ടായിരിക്കണം. ദൈവം എന്തറിയുന്നു? ഉള്ളങ്ങളെ അറിയുന്നു. പ്രൈസ് ഗോഡ്. യഥാർത്ഥമായ അങ്ങനെ വരുമ്പോൾ ഈ കാലത്ത് ഫെയ്ത്ത് സിറ്റിയിലുള്ള വിശ്വാസികൾ എല്ലാവരും കൂടെ വീട് വിറ്റ്, എല്ലാവരും കൂടെ ജോലി വിട്ട്, എല്ലാവരും കൂടെ മക്കളെയും അമ്മയും ഭാര്യയും വിട്ട്, പ്രൈസ് ഗോഡ്, ഇറങ്ങേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചെയ്താൽ മതി, വീട് വിട്ട് വൈകുന്നേരം ഒന്ന് ഇറങ്ങിയാൽ മതി, പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി കിടന്നോ. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് വീട് വിട്ട് പോകാൻ പാടില്ലേ? ഒരു ഹോളിഡേ ദിവസം വീട് വിടാൻ പാടില്ലേ? ഒരു ഹോളിഡേ ദിവസം മക്കളെയൊക്കെ വീട്ടിലിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ദൂച്ചൽ അറിയിക്കാൻ പൊക്കൂടെ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പം പ്രൈസ് ഗോഡ്, അമ്മാച്ചൻ്റെ ഉപ്പാപ്പൻ്റെ മോളുടെ മരുമോൻ്റെ കല്യാണമാണ്, ഞാൻ വരത്തില്ലെന്ന് പറയാൻ പാടില്ലേ? ബന്ധുക്കളെയും മാത്രങ്ങളൊന്നും വിടണ്ട. ആ കല്യാണത്തിന് ഞാൻ വരത്തില്ല, അത്ര ഉപവാസം കഴിഞ്ഞിട്ടുള്ള കല്യാണത്തിന് വരാം, അത്രേ ഉള്ളൂ. പറ്റുമോ? അതിന് പോലും നമുക്ക് സാധിക്കാതിരിക്കുമ്പോൾ ഇന്നൊരു തീരുമാനം എടുക്കണം. എന്താണെന്നറിയാമോ? എന്തോ തീരുമാനം?
നീയൊഴികെ ഞങ്ങൾക്കു സുരലോകയാരുള്ളു ജീവനാഥ, നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ, നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ, നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ. കർത്താവേ, നീയൊഴികെ ഞങ്ങൾക്ക് ഒരു നന്മയുമില്ല. അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സുവിശേഷം അറിയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫെയ്ത്ത് സിറ്റിയിൽ ഇത്രയും പേര് വൈകുന്നേരം 6:30 ഇവിടെ വന്ന് കയറി 8:30 വരെ ഇരിക്കാൻ 21 ദിവസം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പേര് ഈയലിളകിയ പോലെ ഈ ടൗണിലോട്ടൊന്ന് ഇറങ്ങാൻ തുടങ്ങിയാൽ ആമേൻ പ്രൈസ് ഗോഡ്, ഓരോ രാത്രി ഓരോന്നെങ്കിലും വീഴുമോ? ഒരു രാത്രി ഒരെണ്ണത്തിനെങ്കിലും കിട്ടുമോ? കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യേ. ഒരു രാത്രി ഈ ഫെയ്ത്ത് സിറ്റിയിൽ ഒരു കുടുംബമെങ്കിലും ഒരു രാത്രി വന്നാൽ ആമേൻ, ഹല്ലേലൂയ. തീരുമാനം എടുക്കാമോ? ഞങ്ങൾ ഇറങ്ങും. നിങ്ങൾ നോർത്ത് ഇന്ത്യ പോകണ്ട, ആഫ്രിക്ക പോകണ്ട, അന്റാർട്ടിക്ക പോകണ്ട. ഈ നിങ്ങൾ താമസിക്കുന്ന വാർഡ് കവർ ചെയ്യേ. നിങ്ങളുടെ ബന്ധുക്കളുടെ അടുക്കപ്പോ, പരിചയക്കാരുടെ അടുക്കപ്പോ, കൂടെ ജോലി ചെയ്യുന്നവരുടെ അടുക്കപ്പോ, എന്നിട്ട് യേശു ജീവിക്കുന്നു എന്ന് യഥാർത്ഥമായിട്ട് അങ്ങോട്ട് പ്രസംഗിച്ച് തെളിയിക്ക്. അവരന്വേഷിച്ചെത്തും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇത്രയും പേരും കൂടെ ഇറങ്ങിയിട്ട് ഒരാളെ കിട്ടാതിരിക്കുമോ? അല്ല, ഇത്രയും പേര് ഒരു രാത്രി ഇറങ്ങി ഒരാളെ കിട്ടാതിരിക്കുമോ? ഞാൻ കണക്കാ ചോദിക്കുന്നത്. പറ്റുമോ? എന്താ ആരും അനങ്ങുന്നില്ല, അന്തിച്ച് നിൽക്കുക. ഇത് ഇറങ്ങാനും പാവില്ലെന്ന് തോന്നുന്നു. ഇത്രയും പേരിറങ്ങിയ കുഞ്ഞുമൻ മാത്രം തല നിൽക്കുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം കുഞ്ഞുമൻ തല നിൽക്കുന്നുണ്ട്. അത് പുതിയ വിശ്വാസിയായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പഴയതുങ്ങളൊക്കെ വേര് പിടിച്ചു പോയി. പ്രൈസ് ഗോഡ്. ഇത്രയും പേര് പോയാൽ ഒരു ദിവസം ഒരെണ്ണം. തിങ്കളാഴ്ച ഒന്ന്, ചൊവ്വാഴ്ച ഒരെണ്ണം, ബുധനാഴ്ച ഒരെണ്ണം, വ്യാഴാഴ്ച ഒരെണ്ണം, വെള്ളിയാഴ്ച ഒരെണ്ണം, ശനിയാഴ്ച ഒരെണ്ണം. എത്ര എണ്ണമായി? 7 കുടുംബം ഞായറാഴ്ച വന്നാൽ പോരെ? ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും മിനിമം ഒരു ഞായറാഴ്ച 7 കുടുംബത്തെ കൊണ്ടുവരുവാൻ ആയിരക്കണക്കിന് വിശ്വാസികളുള്ള ഫെയ്ത്ത് സിറ്റിക്ക് സാധിക്കുമെന്ന് ചിന്തിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യ്. എന്നാൽ നാളെ ഈ ഉപവാസം കഴിഞ്ഞാൽ വീട്ടിൽ കുത്തിയിരിക്കല്ലേ. വീട് വിടണം, മക്കളെ വിടണം, ഭാര്യയെ വിടണം. 3 മണിക്കൂർ നേരത്തേക്ക് മതി. 3 മണിക്കൂർ നേരത്തേക്ക് നീ തിരിച്ചു വരുമ്പോൾ നേടിക്കൊണ്ടുവരും. നശിച്ചു പോകുന്ന ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ തക്കവണ്ണം ഒരു നിയോഗവുമായി നീ പ്രാർത്ഥിച്ചിറങ്ങ്. നീ പോ. ജനത്തെ ആദായപ്പെടുത്താൻ നിന്റെ കരങ്ങളെ ദൈവം ശക്തിപ്പെടുത്തും. അതിന് പകരം മിസ്സിസ് കെ എം മാത്യുവിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം വാല്യത്തിലുള്ള സകല കറിയും വെച്ച് കഴിഞ്ഞു. ഇനി 2-ാം വാല്യം എടുത്ത് നാളെ തൊട്ട് 2-ാമത്തെ വോളിയത്തിലുള്ളതാണെന്നും പറഞ്ഞിരിക്കുന്ന ആളുകൾ എന്തുവാ ഇത്? ഈ ചെമ്മീനുണ്ടാക്കുന്നത്, മാങ്ങ വയ്ക്കുന്നതൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കറി വെച്ച് കാണിക്കുന്നതിനേക്കാൾ ആത്മാക്കളെ നേടത്തക്കവണ്ണം ഒരു സുവിശേഷവുമായിട്ടൊന്ന് ഇറങ്ങുന്നേ. എത്ര കാരച്ചെമ്മീൻ കറി വെച്ചാലും, എത്ര നെയ്മീൻ കറി വെച്ചാലും, ദൈവത്തിന് സ്തോത്രം, ടർക്കി ആയാലും പ്രൈസ് ലോഡ്, തോർത്തായാലും പ്രൈസ് ഗോഡ്, ഞാനൊരു സത്യം പറയാം, രാത്രി തിന്ന കാലത്ത് കമ്മോടില്ല അല്ലേ? എന്നാൽ ഒരു രാത്രി ഇറങ്ങി ഒരു വ്യക്തിയെ സുവിശേഷം കൊണ്ട് നേടിയാൽ അവൻ നിത്യതയിലാണ്. മനസ്സിലാക്കുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്ക്. അവൻ നിത്യതയിലാണ്. നിത്യ നരകത്തിൽ നിന്ന്, നിത്യ മരണത്തിൽ നിന്ന് അവൻ നിത്യതയിലാണ്. ഹല്ലേലൂയ. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നറിയാമോ? അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ വച്ച് തന്നെ ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പം എന്നോട് നിന്നൊക്കെ, സാറേ പാസ്റ്ററെ, അന്ന് 78-ൽ 88-ൽ 98-ൽ 2008-ൽ വന്ന് ഒരു മീറ്റിങ്ങിലൊന്ന് ഓർക്കുന്നുണ്ട് ഇന്നോടത്ത്. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതാ.
എന്തൊരു സന്തോഷമാണ്. പ്രൈസ് ഗോഡ്. നിങ്ങളെ ചൂണ്ടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ അന്ന് രാത്രി വന്നത് ഓർക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സെപ്റ്റംബർ മാസം എൻ്റെ വീട്ടിൽ വന്നത് ഓർക്കുന്നുണ്ടോ? അന്ന് ഞങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ സ്വീകരിച്ചു. അതിൻ്റെ നന്മ ഞങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾ വന്നതിന് നന്ദി. 1000 സ്തോത്രം. എത്ര പേര് പറഞ്ഞു കാണും അല്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. തിരുനെൽവേലി എന്ന് പറഞ്ഞ ആ തമിഴ്നാട്ടിലെ പട്ടണത്തിൽ ഇവിടെ നിന്ന് ഒരു ദിവസം 5:30 മണിക്ക് കമാൻഡർ സോളമനും ക്രിസ്റ്റിയും ഞാനും ഗ്രേസിയും കൂടെ വണ്ടി വിട്ടു. വേറെ ആരും കൂടെ ഉണ്ടായിരുന്നു? എബ്രഹാം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഉണ്ടായിരുന്നു. ജേസൺ ഉണ്ടായിരുന്നു. അന്ന് സോളമൻ്റെ കാറില്ല, സോളമനാണ് വണ്ടി ഓടിച്ചത്. ഞാനും ഗ്രേസിയും സോളമനും ക്രിസ്റ്റിയും. പ്രൈസ് ഗോഡ്. ഇവിടെ നിന്ന് 6 മണിക്ക് വിട്ടു. രാത്രി 1:30 മണിയായപ്പം തിരുനെൽവേലിയിലെത്തി. ഹല്ലേലൂയ. ന്യായമായിട്ടും ഞങ്ങൾ വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. ന്യായമായിട്ട് അടുത്ത പരിപാടി എന്തുവാ? ഏതെങ്കിലും കുടിക്കാൻ വേണോ? ചൂട് വേണോ? തണുപ്പ് വേണോ? ഫാൻ വേണോ? കിടക്ക വേണോ? മുണ്ട് വേണോ? പുതപ്പ് വേണോ? ഇതൊക്കെ ചോദിച്ചു സുഖമായിട്ട് നമ്മളെ കിടത്തി ഉറങ്ങണം അല്ലേ? പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചതാണ്, നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങൾ ഇരുന്ന് ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 മണിക്കൂർ, ഏതാണ്ട് 3:30 മണിയായപ്പോൾ സോളമൻ്റെ സിസ്റ്റേഴ്സിൻ്റെ 2 മക്കളും സോളമൻ്റെ സിസ്റ്ററും 2 പേര്, സിസ്റ്റേഴ്സ് 2 പേരും ഒരു സിസ്റ്ററിൻ്റെ 2 മക്കളും 4 പേര് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അവിടെ വച്ച് സ്വീകരിച്ചു അന്ന് രാത്രി. ഹല്ലേലൂയ. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ സോളമൻ്റെ ഫാദറിന് ഹാലിളകി. അദ്ദേഹം എന്നോട് പറഞ്ഞു, പെന്തിക്കോസ്തുകാരെ വീട്ടിൽ കയറ്റാൻ പാടില്ലെന്ന് ഞങ്ങളുടെ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പാതിരാക്കി വന്നിട്ട് വേണമെങ്കിൽ പ്രൈസ് ഗോഡ് എൻ്റെ മകനെ പെന്തിക്കോസ്താക്കി, കമാൻഡർ സോളമൻ, ക്രിസ്റ്റിയെ പെന്തിക്കോസ്താക്കി, ഇപ്പം ഇവരെയും ഏതാണ്ട് പകുതിയാക്കി. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു CSIക്കാരനാണ്. ഞാനൊരു CSIക്കാരനായിട്ട് തന്നെ മരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരാം, എല്ലാ ഭക്ഷണവും തരാം, എല്ലാ കൊടുക്കാനുള്ള സൗകര്യവും തരാം, എല്ലാം തരാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പെന്തിക്കോസ്തായിട്ട് നിങ്ങളുടെ കൂടെ കൂടി സ്നാനപ്പെടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതെന്നെങ്കിലും പറഞ്ഞാൽ ഞാൻ തെറ്റുമെന്ന് പറഞ്ഞു രാത്രി 3:30. കാരണം 2 മക്കളും കൊച്ചുമക്കളും ദൈവഭാഗത്ത് വന്നു. ദൈവത്തിൻ്റെ പൈതലെ, പ്രൈസ് ഗോഡ്, ഈ പാതാളത്തെ കടവിൽ വന്ന് ഈ മനുഷ്യൻ സ്നാനപ്പെട്ടു എൻ്റെ കൈക്കീഴ്. ഇന്ന് തിരുനെൽവേലിയിൽ 30 കൂട്ടായ്മ അല്ലേ ചേച്ചാ കാത്തിരിക്കുക. ഞങ്ങൾ ഇപ്പോഴും ചെല്ലാൻ പറഞ്ഞേക്കുക. ഒരു രാത്രി 2 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിലും ബെഡില്ല കൊച്ചെ. പ്രൈസ് ഗോഡ്. അച്ചായ 2 മണിക്കൂർ ഒരു രാത്രി ഉറക്കമുളച്ചാലും സാരമില്ല. 2 മണിക്കൂർ കൊച്ചമ്മ ഉറക്കമുളച്ചാലും സാരമില്ല. ഒരു 4 പേരും കൂടി പോരുകയാണെങ്കിൽ എന്ത് ലാഭമുള്ള കച്ചവടമാണിത്. ഇന്ന് രാത്രി തീരുമാനം എത്ര പേരെടുക്കും? കർത്താവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ പോകും, നിനക്ക് വേണ്ടി ഞങ്ങൾ പോകും. ഞങ്ങളുടെ അയലോക്കത്തുള്ള വീടുകളിൽ പോകും, ബന്ധുക്കളുടെ വീടുകളിൽ പോകും, മിത്രങ്ങളുടെ വീടുകളിൽ പോകും, ദൈവത്തിൻ്റെ വചനവുമായി പോകും. പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം കേട്ടോ. അതും കൂടെ ഉണ്ട്. വെറുതെ ചുമ്മാ ഈ ചില ആളുകൾ 100 മില്ലി അടിച്ച് തല്ലാൻ പോകുന്ന പോലെ പോകരുത്. ശരിക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ ജീവൻ്റെ വചനവുമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ നിന്റെ നാവിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ ഇരുവായ്ത്തലയുള്ള വാളായിട്ട് പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ അത് തുളച്ചു ചെന്നിട്ട് യഥാർത്ഥത്തിലുള്ള വേർപാടിലേക്കും വിശുദ്ധിയിലേക്കും ജനത്തെ നടത്തും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരനുഭവം നമുക്ക് ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. ദൈവവചനം അങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ, ഈ ഐസച്ചായൻ കളമശ്ശേരി ടൗൺ ഹാളിൽ നടന്ന ദൈവമക്കളും പണവും അന്നത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ടീം അതായിരുന്നു, ഫിനാൻസ് ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതിൽ ആദ്യമായിട്ട് വന്നതല്ലേ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം ഒരു ഫാമിലി ക്യാമ്പ് ഉണ്ടായിരുന്നു മലമ്പുഴ. അതിലും വന്നു. ലയൺസ് ക്ലബിൻ്റെ ഗവർണറാകാനിരിക്കുക. എന്നാ വന്നെന്നറിയാമോ? ടൗൺ ഹാളിൽ കേട്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഹൃദയത്തെ സ്പർശിച്ചു.
ഇന്ന് രാത്രി എൻ്റെയും നിൻ്റെയും വാക്കുകളിൽ കൂടെ മുഴങ്ങുന്ന ദൈവശബ്ദം, ദൈവവചനത്തിൻ്റെ ശബ്ദം, സുവിശേഷത്തിൻ്റെ ശബ്ദം ഹൃദയങ്ങളെ സ്പർശിച്ചാൽ ഉടബല ഹതുര ജപന തകര ദലബല ഹത്തുര കൗഡ ശബ്ദ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഫെയ്ത്ത് സിറ്റി സഭയിൽ ആൾ കൂടിയത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ഗിമ്മിക്സ് കാണിച്ചുമല്ല, ഇവിടെ അനുഗ്രഹം കിട്ടുമെന്ന് പ്രസംഗിച്ചിട്ടല്ല, ഇങ്ങോട്ട് പോരെ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടല്ല ഇവിടെ ആട് കൂടിയത്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. പ്രൈസ് ഗോഡ്. സൂസമ്മ, ഈ ഇരിക്കുന്ന സൂസമ്മ, പ്രൈസ് ഗോഡ്, അവർ കുടുംബമായിട്ട് ഇവിടെ നിന്ന് ആരാധിച്ചു. ഒരു ആരാധനയ്ക്ക് വന്ന ശേഷം പിള്ളേർ പറഞ്ഞു, ഇനി ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ ചർച്ചിലേക്കുള്ളൂ കേട്ടോ. ഇനി ആരാധനയ്ക്ക് ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ ചർച്ചിലേക്കേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യം കാലുകുത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം നിന്റെ പ്രസംഗത്തിൽ കൂടെയും നിന്റെ ശുശ്രൂഷയിൽ കൂടെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആമേൻ. തീർന്നില്ല. ചെറിയാൻ കുഞ്ഞമ്മ, ചെറിയാന് പിന്നെ ഇച്ചിരി വെളിവുണ്ടായിരുന്നു, സ്ഥാനപ്പെട്ടതൊക്കെ. എന്നാലും ചെറിയാൻ കല്യാണം കഴിച്ചത് യാക്കോബ എന്ന. കുഞ്ഞമ്മ മാതാവിനെയും വിട്ടുവരുന്ന പ്രശ്നമില്ല, പള്ളി വിട്ടുവരുന്ന പ്രശ്നമില്ല. പക്ഷേ അയന അന്ന് അവിടുത്തെ ആരാധനയ്ക്ക് വന്ന്, ആമീൻ ഹല്ലേലൂയ, ഒരൊറ്റ ആരാധനയെ അറ്റൻഡ് ചെയ്തുള്ളൂ. അയന പറഞ്ഞു, അല്ലേ? അയനയല്ലേ പറഞ്ഞത്? അല്ലേ? അയന പറഞ്ഞു, ഇനി അടുത്ത ഞായറാഴ്ച തൊട്ട് അപ്പം ആ പള്ളിയിലോട്ട് ഞാനില്ല, ഞാൻ അവിടെ പോകത്തുള്ളൂ. വരാതിരിക്കാൻ പറ്റുമോ? ആകപ്പാടെ ഒറ്റ മോളേ ഉള്ളൂ. അവൾ പറയുകയാണ്, അപ്പൻ്റെ പള്ളിയിലോട്ട്, അമ്മയുടെ പള്ളിയിലോട്ട് ആ രൂപം മൊത്താൻ, അവിടെ തിരികത്തിക്കാൻ, അവിടെ വെടിപൊട്ടിക്കാൻ, അവിടെ റാസ ചൊല്ലാൻ, അവിടെ മറ്റ് പല പരിപാടികളും ഉണ്ടെങ്കിലും അങ്ങോട്ട് ഞാനില്ല, അങ്ങോട്ട് ഞാനില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ സ്പർശിക്കണം. ആമേൻ. പ്രൈസ് ഗോഡ്. ജെയ്സൺ, എനിക്കൊരു പൊട്ട ജീപ്പുണ്ടായിരുന്നു, കാശ് പുറത്തുന്ന ജീപ്പ്. ആ ജീപ്പും കൊണ്ട് ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് ചെല്ലുക, വടുതലയല്ല പച്ചാളത്ത്, അനിൽ മാത്യൂസിൻ്റെ വീട്ടിലോട്ട്. ആ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ പാലാരിവട്ടം ജംഗ്ഷനിൽ വെച്ച് എൻജിൻ ഇറക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ വണ്ടി നീങ്ങുന്നില്ല. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇറങ്ങി നോക്കിയപ്പോഴാണ് കണ്ടത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഒടിഞ്ഞ് താഴെ കിടക്കുക. അതവിടെ നിന്ന് കെട്ടി വലിച്ച് മാറ്റി. സഹായം വേണം. പ്രൈസ് ഗോഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു, പ്രാർത്ഥനയ്ക്ക് ഇവിടെ സമയമായി വരുന്നില്ലേ, മെസ്സേജ് കൊടുക്കാൻ സമയമായി വരുന്നില്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ വണ്ടി ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഒടിഞ്ഞ് കിടക്കുക, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാനിവിടെ പെരുവഴിയിലുണ്ട്, പാലാരിവട്ടം ജംഗ്ഷനിൽ. ഒരു 15 മിനിറ്റിനകം ഒരു മാരുതി കാറും കൊണ്ട് ജെയ്സൺ അവിടെ വന്നു. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നു, ഓർക്കുന്നുണ്ടോ? രാത്രി 7:30 മണിക്ക്. പ്രൈസ് ഗോഡ്. അന്ന് എൻ്റെ വണ്ടി അവിടെ തള്ളി മാറ്റിയിട്ടിട്ട് ജെയ്സൻ്റെ കാറിൽ കയറി, പ്രൈസ് ഗോഡ്, പച്ചാളത്തുള്ള ആ വീട്ടിൽ ചെന്ന് ഒരൊറ്റ ബൈബിൾ ക്ലാസ്സേ നടന്നുള്ളൂ. ജെയ്സനും ബിന്ദുവും തീരുമാനിച്ചു, ഇനി ഞങ്ങൾ ഈ സഭയിലേ വരുന്നുള്ളൂ. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടാണ് ഇവിടെ ഓരോരുത്തരും വന്നത്. ആമേൻ ഹല്ലേലൂയ. എബ്രഹാമും തമ്പിച്ചാനും ഞാൻ ആവുന്ന പറഞ്ഞത്, നിങ്ങൾ നല്ലൊരു കൂട്ടമാണ്, നിങ്ങളവിടെ നിന്ന് നിങ്ങൾ ആ സഭ വളർത്ത്, ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ചെയ്യാം, അല്ലേ? ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, വരാൻ പറഞ്ഞില്ല. ഞാൻ ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ്, പ്രൈസ് ഗോഡ്, നമ്മുടെ ഏലിയാസിൻ്റെ വൈഫിൻ്റെ അനിയത്തി, നമ്മുടെ ഷീല വായിക്കുന്ന ആൾ, അഞ്ജുവിൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഇവരുടെ കൂട്ടായ്മയിൽ പ്രസംഗിക്കാൻ വിളിച്ചു. പ്രൈസ് ഗോഡ്. അന്ന് 1 മണിക്കൂറത്തെ പ്രസംഗം കഴിഞ്ഞപ്പം ഹല്ലേലൂയ, ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു, അടുത്ത ആഴ്ച നമുക്ക് ഫെയ്ത്ത് സിറ്റിയിലോട്ട് പോകാം. പിന്നെ തിരിച്ചു പോയിട്ടില്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ സഭ വളർന്നത്. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വേറൊരു ദിവസം ഹല്ലേലൂയ, ഞങ്ങളുടെ വീട്ടിൽ ഒരു കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ഒരു കൊച്ചിനെയും കൊണ്ട് കയറി വന്നത് സൈജുവും ജെയ്സനും. വലിയ പ്രശ്നം.
അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുൾപ്പിറ്റിൽ നിന്ന് ജെയ്സൺ സാക്ഷി പറഞ്ഞു, കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു, ഒരു നിവൃത്തിയുമില്ലാതിരുന്നൊരു വിഷയത്തിന് എന്നെ വിളിച്ചു കയറ്റി മറുപടി തന്നൊരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി. ഇനി എനിക്ക് ഈ ദൈവം മതി. പ്രൈസ് ഗോഡ്. ഞാനിങ്ങനെ അങ്ങ് പറയാൻ പോയാൽ പ്രസംഗിക്കാൻ നേരം കിട്ടത്തില്ല. ഇവിടെ ഒരു ഗിമ്മിക്സ് കാണിച്ചുമല്ല ഫെയ്ത്ത് സിറ്റി വളർന്നത്. ദൈവം നേരിട്ട് ഇടപെട്ടതാണ്, വ്യക്തികളോട് ഇടപെട്ടതാണ്, കുടുംബങ്ങളോട് ഇടപെട്ടതാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ഈ ടോണിയങ്കളും ജെയ്സി ആൻറ്റിയും കൂടെ അവസാനം അവരിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വരും, വിഷയം പ്രാർത്ഥിക്കാൻ വരും, പിന്നെ തരം കാണത്തില്ല, പിന്നെയും വിഷയിക്കാൻ വരും, പിന്നെയും കാണത്തില്ല. ഒരു പ്രാർത്ഥനയൊന്നും ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ പരിപാടി? ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നാ പരിപാടി? ഈ കാര്യം കാണാൻ വേണ്ടി വന്നിട്ട് എന്നാ പരിപാടി എന്നു ചോദിച്ചു. പ്രൈസ് ഗോഡ്. ടോണിയങ്ങൾ അന്ന് തീരുമാനിച്ചു അടുത്ത ആഴ്ച ഇവിടെ വരുന്നു. എൻ്റെ ദൈവമക്കളെ, ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്ത വഴക്ക് പറഞ്ഞാലും പോകത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമേറ്റ ജീവിതങ്ങൾക്ക് തന്നെത്താനെ ചിന്തിക്കാൻ കഴിയും. ആത്മാവിൻ്റെ ആരാധന എവിടെയാണ്? ആത്മാവിൻ്റെ ശക്തി എവിടെയാണ്? ദൈവകൃപ എവിടെയാണ്? ദൈവം എപ്പോഴാണ് എന്നെ സന്ദർശിക്കുന്നത്? പിന്നെ മുരടിച്ചു പോകുന്ന ചിലരുണ്ട്, അവരെ ഒരു രക്ഷയുമില്ല. ഇന്നും എനിക്കിതൊക്കെ ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട് കേട്ടോ, ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഒന്ന് തത്തരവിത്തര പറഞ്ഞേച്ചു വീട്ടിൽ ചെന്ന് ഉറങ്ങുകയല്ല ഞങ്ങൾ. ആ ജീവിതങ്ങളെ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പറയും, കർത്താവേ, യു ടച്ച് ഹിം, യു ടച്ച് ഹിം, യു ടച്ച് ഹിം, യു ടച്ച് ഹിം. ആമേൻ. ഇന്നും ആള് വരാത്തതല്ല, സ്പർശിക്കപ്പെടാത്തതല്ല, പക്ഷെ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. ഫെയ്ത്ത് സിറ്റിയെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ് എന്നറിയാമോ? അരകൻ്റെ വിശ്വാസികളാണ്. ഒരു ഗസ്റ്റ് ചെന്നാൽ കഞ്ഞി കുടിക്കാൻ പോലും ഇടിച്ചു മാറ്റിയിട്ട് നാട്ടുകാർ കുടിക്കും. ഒരു ഗസ്റ്റിനെ ഒന്ന് കൺസിഡർ ചെയ്യാനുള്ള മനസ്ഥിതിയില്ലെന്ന്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടന്നപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ആ പുള്ളി പിന്നെ കണ്ടിട്ടുമില്ല, ഞാനിവിടെ 4 ദിവസം വന്നു, പാസ്റ്റർ മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ ആരാണെന്ന്, വേറെ ഇവിടുത്തെ ഒരൊറ്റ മനുഷ്യൻ ചോദിച്ചില്ലെന്ന് പറഞ്ഞു. ദൈവാത്മാവ് സ്പർശിക്കാഞ്ഞിട്ടല്ല, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതുകൊണ്ട്. അല്ലെങ്കിൽ ഈ സഭ എത്ര അനുഗ്രഹങ്ങൾ ജനം മേടിച്ചു, എത്ര വിടുതലുകൾ ജനം മേടിച്ചു. നമുക്ക് ആത്മാക്കളുടെ വില അറിയത്തില്ല. ഈ മുഴു ലോകത്തെക്കാളും വിലയുള്ളതാണ് ഒരാത്മാവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കുമോ? നിനക്ക് അനുഗ്രഹം കിട്ടും, നിലനിൽക്കും, നിലനിൽക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഞാൻ ഇനിയും പറഞ്ഞത്, ഇതിവിടെ ഒരു മനുഷ്യൻ്റെയും വീട്ടിൽ ചെന്ന് കൈയും കാലും പിടിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഒറ്റ മനുഷ്യനകത്തിരിപ്പില്ല, ഒറ്റ മനുഷ്യനിരിപ്പില്ല. പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നതേ ഉള്ളൂ. പുളിമൂട്ടിൽ ഓഡിറ്റോറിയത്തിൽ തിരുവാങ്കുളത്ത് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ടു. പ്രൈസ് ഗോഡ്. നമ്മുടെ ഡഗ്ലസിൻ്റെയും പീറ്ററിൻ്റെയും മാതാവ് ദീനാമ്മ തുടക്കം തൊട്ട് അവസാനം വരെ കരയുക. ഇവിടെ ഉണ്ടോ? പിരിപ്പുണ്ടോ? ഓർക്കുന്നുണ്ടോ? തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് കരയുകയാണ്. പക്ഷെ അന്നത്തെ വചന ശുശ്രൂഷ അവർക്ക് ആശ്വാസം കൊടുത്തു. ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ യാക്കോബ പള്ളിയിലോട്ടല്ല പോയത്, ഫെയ്ത്ത് സിറ്റിയിലോട്ടാണ് വന്നത്. ഈ ഉപവാസവും ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസവും ദൈവവചനത്തിൽ കൂടെ ചിലരെ ആശ്വസിപ്പിക്കട്ടെ. കരയുന്ന ഹൃദയങ്ങളെ, തകർന്നു കിടക്കുന്ന ഹൃദയങ്ങളെ. നമുക്ക് വേണ്ടത് തിയോളജി അല്ല, നമുക്ക് വേണ്ടത് ഹൃദയങ്ങളോട് സംസാരിക്കുന്ന, ഹൃദയങ്ങളെ തൊട്ട് സംസാരിക്കുന്ന, കണ്ണുനീരൊപ്പുന്ന, വേദനയിൽ ആശ്വസിപ്പിക്കുന്ന, നിരാശ മാറ്റുന്ന, നെടുവീർപ്പിനെ മാറ്റുന്ന ശുശ്രൂഷകളാണ് നമുക്ക് വേണ്ടത്. ആ ശുശ്രൂഷ ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ ജനം പറയും, ഞങ്ങൾക്കിത് മതി. ഹല്ലേലൂയ. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കല്ലുകളിൽ കൂടെയും വ്യാപരിക്കും, ഈ മത്തൂണുകളിൽ കൂടെ വ്യാപരിക്കും. ഇവിടുത്തെ സകല തൂണിലും തുരുമ്പിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. ഞാൻ ഉറപ്പായി പറയാം. നമ്മൾ ഒന്നിച്ച് നിന്നാൽ മതി. നമ്മുടെ ഈ കുടിസ് ചിന്താഗതിയും
അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട ചില ദുരുപദേശങ്ങളുടെ ഭാഗങ്ങളും അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങോട്ട് വച്ചിട്ട് തമ്മിൽ സ്നേഹിച്ച് തമ്മിൽ ഒരുമനപ്പെട്ട് തമ്മിൽ താഴ്ത്തി കൊടുത്തുകൊണ്ട് സുവിശേഷവുമായി ഈ ഫെയ്ത്ത് സിറ്റിയിൽ ഞാനും നിങ്ങളും എഴുന്നേറ്റ് നിന്നാൽ ഈ കോർപ്പറേഷൻ, കൊച്ചിൻ കോർപ്പറേഷൻ മാത്രമല്ല, GCDA മാത്രമല്ല, കേരളം മുഴുവൻ മാത്രമല്ല, ഭാരതം മുഴുവൻ പ്രവർത്തനത്തിന്റെ ശക്തി അഴിച്ചുവിടുവാൻ പടക്കുതിരയായി സുവിശേഷത്തിന്റെ പടക്കുതിരകളായി ജീവിതങ്ങളെ അഴിച്ചുവിടുവാൻ ഫെയ്ത്ത് സിറ്റി സഭയെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ശരിക്കും പഠിച്ചിട്ടാണ് പറയുന്നത്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കേരളം, കന്യാകുമാരി മുതൽ ഹിമാചൽ പ്രദേശ് വരെ ഇന്ത്യ, പ്രൈസ് ഗോഡ്, പഞ്ചാബ് മുതൽ ബംഗ്ലാദേശ് വരെയുള്ള തെലങ്കും വിലങ്ങുമുള്ള സകല സംസ്ഥാനങ്ങളിലും സുവിശേഷവുമായി ആളിനെ അയക്കാൻ ഈ സഭയ്ക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കരമുയർത്തി സ്തോത്രം ചെയ്യ്. നമ്മൾ ഒരുങ്ങിയാൽ മാത്രം മതി. We have got the capacity and the caliber to deploy mighty warriors of Jesus Christ to all the states of this India. നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് നമ്മുടെ ബലം അറിയാഞ്ഞിട്ടാ, നമുക്ക് നമ്മുടെ ശക്തി അറിയാഞ്ഞിട്ടാ. നിങ്ങൾ അതുകൊണ്ട് അബ്രഹാമിനെ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത് 2 സന്ദർഭത്തിലാണ്. ഒന്ന്, 12-ാം അധ്യായത്തിൽ പിതൃഭവനത്തെ, ചാർച്ചക്കാരെ, മിത്രങ്ങളെ വിട്ടപ്പോൾ. 2, തൻ്റെ മകനെ യാഗപീഠത്തിൽ വച്ചപ്പോൾ. കർത്താവ് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട്. കൊടുക്കാൻ മടിയില്ലാത്ത ഒരു സഭയാകണം. സമയം മാത്രമല്ല, കാശും. കേട്ടോ, ഇവിടെ കാശിൻ്റെ കാര്യം പ്രസംഗിക്കാറില്ല എന്ന് വിചാരിച്ച് ചിലരൊക്കെ അങ്ങനെ 10 പൈസ സഭയ്ക്ക് കൊടുക്കാൻ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു കുഴപ്പമൊന്നുമില്ല. ചിലരൊക്കെ ഒത്തിരി കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നല്ലത്. സഭ മൊത്തമായിട്ട് സുവിശേഷത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് നന്മ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മയ്ക്കൊത്തവണ്ണം ദശാംശമെങ്കിലും കൊണ്ടുവരണം. ദശാംശം പഴയ നിയമത്തിൽ ഉപദേശമാകട്ടോ, പുതിയ നിയമത്തിൽ അതിനേക്കാൾ കൂടുതലാണ്. നിങ്ങൾ കൊണ്ടുവന്നാലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കും, എനിക്കൊരു സംശയവുമില്ല. വിശ്വാസത്താൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം നടത്തിയിരിക്കും. ബൈബിൾ കോളേജ് നടക്കുന്നു, കാരിസ് നടക്കുന്നു, വണ്ടികൾ ഓടുന്നു, എല്ലാം നടക്കുന്നു. പ്രൈസ് ഗോഡ്. ഇതെല്ലാം ദൈവം നടത്തും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ, നമ്മുടെ സമയം കൊടുക്കാൻ, നമ്മുടെ സമ്പത്ത് കൊടുക്കാൻ, നമ്മുടെ ആരോഗ്യം കൊടുക്കാൻ, നമുക്കുള്ളത് മുഴുവൻ കൊടുക്കാൻ. പൗലോസ് ഒരിക്കൽ ഇപ്രകാരം ഫിലോമോനോട് പറഞ്ഞു, നീ തന്നെ മുഴുവനായി എനിക്ക് തരാൻ കടംപെട്ടവനാണ്. ഞാൻ കണക്കിലേറുന്നത് ചോദിക്കുന്നില്ല, ഒരു ചെറിയ ഫേവറെ ചോദിക്കുന്നുള്ളെന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും മുഴുവനായി തന്നെ ദൈവത്തിന് കൊടുക്കാൻ കടംപെട്ടവരാണ്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് കൊടുത്തപ്പോഴാണ്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് വിട്ടപ്പോഴാണ്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് സകലതും ത്യജിച്ചപ്പോഴാണ്. ഇന്ന് ആദ്യ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ തലമുറയ്ക്കുണ്ട്, നിങ്ങളുടെ കുടുംബത്തിനുണ്ട്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം വിലക്കുന്നതും കണ്ടിട്ടില്ല. ഈ വചനങ്ങളാൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. എല്ലാവരും തലമുണക്കിയാട്ടെ. മുറ്റും ഞാൻ തരുന്നീതാ ഭൂനിക്ഷേപം മുഴുവൻ, ദേഹം ഈ സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. മുറ്റും ഞാൻ തരുന്നീതാ നിക്ഷേപം മുഴുവൻ, ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ.
ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നേ, രക്ഷിക്ക എന്നെ ഇപ്പോൾ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ കണ്ണുകളടയ്ക്കുമ്പോൾ സിനി മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ.